9th സ്റ്റാൻഡേർഡ് മാത്സ് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2024-25 ആൻസർ കീ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, എ ബി ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ, ബി സി 6 സെൻറ്റിമീറ്റർ, എ സി 9, ക്യു ആർ 4 സെൻറ്റിമീറ്റർ. നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ഈക്വൽ ആംഗിൾസ് ഏതെല്ലാമാണെന്ന് നോക്കുക. അപ്പോൾ രണ്ട് ചിത്രം എടുത്തു കഴിഞ്ഞാലും നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ പിക്ക് എതിരെയുള്ളതാണ്. പിയുടെ ഓപ്പോസിറ്റാണ് 4. പി ഏതിന് ഈക്വലാണ്? ഇവിടെ ഇപ്പോൾ നമുക്ക് എ 6, ബി ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിയുടെ എതിരെ 12, സിയും പിയും സെയിം ആയിരിക്കും. ബാക്കിയുള്ളത് രണ്ടും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. സിയും പിയും സെയിം ആയിരിക്കും. അപ്പോൾ ഈ 12 4ആയിട്ട് മാറിയിട്ടുള്ളത്. അതായത് എത്ര മടങ്ങാണത് പോയിട്ടുള്ളത് എന്നാണ്. എത്ര മടങ്ങാണ് പോയിട്ടുള്ളത് എന്ന്. നമ്മുടെ 12 4ആയി മാറുമ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 12 ഇവിടെ നിന്ന് നോക്കിയാൽ മതി. 4 3 12. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഈ സൈഡ് നോക്കിയാൽ 6 എന്ന് പറയുന്നത് എക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ്. അപ്പോൾ എക്ക് ഓപ്പോസിറ്റ് ഇവിടെയുള്ളത് 6 ആണ്. അപ്പോൾ എന്ത് വരും? 6. 2 വന്നാൽ 2 × 3 6 വരുള്ളൂ. 2 വന്നാൽ 2 × 3 6 വരുള്ളൂ. അതുപോലെ തന്നെ 9, ഇവിടെ 3 വന്നാൽ 3 × 3 9 വരുള്ളൂ. അപ്പോൾ പി ആർ 3ഉം പി ക്യു 2 സെൻറ്റിമീറ്ററും ആയിരിക്കും. നെക്സ്റ്റ്, ദ എൻ പോയിൻ്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഡിനോട്ട് ദ നമ്പേഴ്സ് -2 and 5 ഓൺ ദ നമ്പർ ലൈൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സ്ക്വയർ? സ്ക്വയറിൻ്റെ രണ്ട് മൂലകൾ വരുന്നത് -2ഉം 5ഉം ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്താണ് ചോദിക്കുന്നത്. ആ നീളം, ആ വരേൻ്റെ നീളം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് 5 - -2 ആണ്. 7 ആണ് വരിക. -2 5ലേക്കുള്ള ഡിസ്റ്റൻസ്. ഒരു സൈഡ് 7 കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് 7 × 7 49 വരും. തേർഡ് ക്വസ്റ്റ്യൻ, പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 π. വാട്ട് ഈസ് ദ റേഡിയസ്? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റളവാണ്. അത് 2πr തന്നിട്ടുണ്ട്, 10 π എന്ന്. 2r എന്ന് പറയുമ്പോൾ 10 ആണ്. നമുക്കറിയാം d π. d ആണ് എന്തുണ്ടാവുക? 10 ഉണ്ടാവുക. അപ്പോൾ r അതിൻ്റെ പകുതിയായ 5 ആയിരിക്കും. x and y are two natural numbers. x plus y equal to 18, xy equal to 45. What is x minus y? അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം x മൈനസ് വൈ എന്ന് പറഞ്ഞാൽ x പ്ലസ് വൈ ഹോൾ സ്ക്വയർ -4xy ആണ്. ഇത് 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. അതിൽ x പ്ലസ് വൈ ഹോൾ സ്ക്വയർ, x പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 18 ആണ്. 18² -4 × xy എന്ന് പറയുമ്പോൾ 45 ആണ്. 324 180 മൈനസ് ചെയ്ത് 144 വരും. അപ്പോൾ x മൈനസ് വൈ എന്ന് പറയുന്നത് 12 ആണ് വരിക. ഇത് ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക 144. x മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് 144 കിട്ടുക. x മൈനസ് വൈ എന്ന് പറയുന്നത് 12 ആയിരിക്കും. 12 × 12 ആണ് 144 വരിക. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ് സൈഡ് 2/3 ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ. ആദ്യം 9 സെൻറ്റിമീറ്റർ വരഞ്ഞ് അതിൻ്റെ 50 60 വരഞ്ഞിട്ടുള്ളൊരു ട്രയാങ്കിളാണത്. അതിൻ്റെ 2/3 എന്ന് പറയുമ്പോൾ 9 × 2/3. 9 × 2 18 ആണ്. 18/3 എന്ന് പറയുമ്പോൾ 6 സെൻറ്റിമീറ്റർ വരഞ്ഞിട്ട് രണ്ടറ്റത്തുനിന്നും 50 ഡിഗ്രിയും 60 ഡിഗ്രിയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറായി. √3 + 1 × √3 - 1 = നമ്മൾ ഇതുപോലെ √2 + 1 √2 - 1 പഠിച്ചിട്ടുണ്ട്. a² - b² എന്ന്. അതിൽ √3² - 1² എന്ന്. √3ൻ്റെ സ്ക്വയർ 3 ആണ് വരിക. 3 - 1 = 2 എന്ന് വരും. അടുത്തത് കമ്പ്യൂട്ട് 1/√3 + 1 up to 2 ഡെസിമൽ പ്ലേസസ് എന്നാണ്. അപ്പം അതിൽ √3 ഇതിൻ്റെ ഇവിടെ 1/√3 + 1 × √3 - 1 ആണ് 2 എന്ന് വരിക. അതിൽ ഈ √3 + 1 = അങ്ങോട്ടേക്ക് പോകുമ്പോൾ താഴേക്ക് പോകും. ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബൈയിലേക്ക് വരും. അങ്ങനെ √3 - 1/2 ആണ് വരിക. √3ൻ്റെ വാല്യൂ 1.73. 1.73 എന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 0.73 ആണ് വരിക. 0.73/2 എന്ന് വരും. 0.36 എന്ന് എഴുതിയാൽ മതി. 37 എഴുതിയാലും തെറ്റില്ല. 7th question, in the figure radius of a large circle is 5, radius of small circle is 3 cm. Find the area of large circle. ലാർജ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr². ലാർജ് സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. π × 5² വരും. 25 π വരും.
ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയൻ കാണാൻ വലിയ സർക്കിളിൻ്റെ അകത്ത് ചെറിയ സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് വലിയ സർക്കിളിൻ്റെ ഏരിയ 25 പൈ ആണ്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 3 സ്ക്വയർ 9 പൈ ആണ് വരിക. അപ്പോൾ 25 പൈന്ന് 9 പൈ മൈനസ് ചെയ്താൽ 16 പൈ ആണ് വരിക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് √5 സെൻറ്റിമീറ്റർ. √5 വരെയാണ് നമ്മൾ 1 1 √2 പിന്നെ ആദ്യം നമ്മൾ 1 യൂണിറ്റ് എടുത്ത് അങ്ങനെ √3 √4 √5 വെച്ചിട്ട് അങ്ങനെ √5 നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ 2 ബേസും 1 ഹൈറ്റും എടുത്താൽ മതി. അപ്പോൾ ഇത് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ആണ് വരിക. അപ്പോൾ ഈ ലെങ്ത്ത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ലെങ്ത്ത് √5 ആ മെഷർമെൻറ്റ് വെച്ചിട്ട് സർക്കിൾ വരച്ചാൽ മതി. 9th question, P of x equal to 7x plus 2, P of 2 equal to 16, that is P of 2 plus P of minus 2. P of minus 2 minus 12 ആണ് കിട്ടുക. P of 2 plus minus 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 16 ആണ്. 16 പ്ലസ് മൈനസ് 12 എന്ന് വരിക. 16 മൈനസ് 12 എന്ന് വരും. 16 പ്ലസ് മൈനസ് 12 എന്ന് പറയുമ്പോൾ 16 മൈനസ് 12 വരും. ഈക്വൽ ടു 4 വരും. ഇൻ ദ ഫിഗർ എ ബി സി ഈസ് ഐസോസ്ലെസ് എ ബി 2 √2. എ ബി 2 √2 എന്ന് പറയുമ്പോൾ ഈ താഴത്തെ സൈഡ് 2 √2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇത്ര വരെ √2 ആയിരിക്കും, ഇവിടെ നിന്ന് ഇത്ര വരെയും √2 ആയിരിക്കും. എ സി ഈക്വൽ ടു ബി സി ഈക്വൽ ടു √5. ഈ രണ്ട് സൈഡും √5 ആണെങ്കിൽ വാട്ട് ഈസ് സി ഡി? സി ഡി കാണാൻ വേണ്ടിയിട്ട് ഇത് √2 ആണ്. നമ്മൾ പൈതഗോറസിൻ്റെ സിദ്ധാന്തം ഉപയോഗിച്ചാൽ മതി. സി ഡി ഈക്വൽ ടു √5 സ്ക്വയർ മൈനസ് √2 സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3. അത് റൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് √3 എന്ന് വരും. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 2 √2 ആണ്, ഹൈറ്റ് √3 ആണ്. ആ 2ഉം ഇവിടെയുള്ള 2ഉം കട്ടാവും. പിന്നെ √2 ഇൻറ്റു √3 √6. ഇൻ ദ ഫിഗർ ദ ലൈൻസ് എ സി ബി ഡി ആർ പെർപെൻഡിക്കുലർ ടു എ ബി. പി എ ഈസ് ടു പി ബി ഈക്വൽ ടു 2:1 ആകുമ്പോൾ പി സി ഈസ് ടു പി ഡിയും 2:1 തന്നെയായിരിക്കും. എ ബി 12 ആണെങ്കിൽ എ ബി 12 എന്ന് പറയുമ്പം ഇവിടെയുള്ള നമ്മുടെ ഇവിടെ നിന്ന് ഇത്ര വരെ 12 ആണെങ്കിൽ 12 ഇൻറ്റു നമ്മൾ പി എ കാണാൻ വേണ്ടി 12 ഇൻറ്റു 2/3. 2/3 എന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ ആഡ് ചെയ്താൽ ആദ്യത്തെ പാർട്ട് 2 ആണ്, പിന്നത്തെ പാർട്ട് 1 ആണ്. റേഷ്യോ ആഡ് ചെയ്താൽ 2 + 1 3 എന്ന് വരും. അപ്പോൾ പി എ കാണുമ്പോൾ നമ്മൾ പി എ ആണ് വലിയ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 2:1 2 നമ്മുടെ പി എ കാണാനാണ് ഉപയോഗിക്കുക. ടോട്ടൽ 3 ആണ്. 3 എന്ന് പറയുന്നത് ഈ റേഷ്യോ സമ്മാണ്. 2 + 1 3. അങ്ങനെ 2/3 കാണും. അത് 8 കിട്ടും. അപ്പോൾ ടോട്ടൽ ഈ പി എ നമുക്ക് 8 കിട്ടിയാൽ പി ബി എന്തായിരിക്കും? 4 ആയിരിക്കും. കാരണം ടോട്ടലി 12 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട്. ഇനി പി സിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇഫ് പി ഡി ഈക്വൽ ടു 5, പി ഡി എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇത്രയും വരെ 5 ആണെങ്കിൽ ഇതിൻ്റെ ഡബിളാണ് ഇവിടെ 2:1 ആണല്ലോ റേഷ്യോ. അപ്പോൾ പി ഡി 5 ആണെങ്കിൽ ഇവിടെ 10 ആണ് വരിക. നേരെ ഡബിളാണ് വരിക. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 4. ഡയമീറ്റർ 4 എന്ന് പറയുമ്പോൾ റേഡിയസ് 2 ആണ് കിട്ടുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. പൈ ആർ സ്ക്വയർ പൈ ഇൻറ്റു 2 സ്ക്വയർ വരും. അത് 4 പൈ എന്ന് വരും. ഇഫ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡബിൾഡ് ഹൗ മെനി ടൈംസ് ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസസ്? 4 ടൈംസ്. പെരിമീറ്റർ ആണെങ്കിൽ നേരെ ഡബിളാണ് ആവുക, പക്ഷേ ഏരിയ ആണെങ്കിൽ എന്താണ് 4 ടൈംസ് ആണ് ആവുക. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ. നമ്മുടെ എക്സ് 4ഉം y -5ഉം തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് x + y എന്ന് പറയുമ്പോൾ മോഡുലസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് മാത്രമേ വരൂ. 4 + 5 = 9 വരും. മോഡുലസ് ഓഫ് x + y എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 4 + -5 എന്നാണ് വരിക. അപ്പോൾ -1 ആണ് വരിക. -1ൻ്റെ മോഡുലസ് 1 വരും. അടുത്തത് -1ഉം -3ഉം അതിൻ്റെ സെപ്പറേറ്റ് മോഡ് കണ്ടാൽ അത് 1 + 3 4 എന്ന് വരിക. മൈനസിൻ്റെ മോഡുലസ് പ്ലസ് ആണ് വരിക. അപ്പോൾ 1 + 3 4 എന്ന് വരും. പിന്നെ ഉള്ളിൽ -3 + -3 -1 + -3 എന്നാണ് വരിക. അപ്പോൾ -4 ആണ് മോഡുലസിൻ്റെ ഉള്ളിൽ വരിക. ആൻസർ 4 എന്ന് വരും. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ കാണാം. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്താൽ മതി. എസ് എന്ന് പറയുന്നത് പെരിമീറ്റർ ബൈ 2 ആണ്. ഏരിയ കാണാൻ വേണ്ടിയിട്ട് √S × S - A × S - B × S - C. അതിൽ എസ് എന്ന് പറയുന്നത് 20 ആണ്. എസ് എന്ന് പറയുമ്പോൾ 10 ആണ് വരിക. 10 അതിൽ എസ് എന്ന് പറയുമ്പോൾ 10 ആണ് വരിക. 10 × 10 - 5 × 10 - 6 × 10 - 9 വരും. 10 × 10 - 5 എന്ന് പറയുമ്പോൾ 5 വരും. 10 - 6 എന്ന് പറയുമ്പോൾ 4 വരും. 10 - 9 എന്ന് പറയുമ്പോൾ 1 വരും. 10ൻ്റെ ഫാക്ടേഴ്സ് 2 × 5 ആണ്.
2 × 5 ആണ് 10ൻ്റെ ഫാക്ടേഴ്സ്. പിന്നെ 5 ഉണ്ട്, 4ന് 2 × 2 എന്ന് മാറ്റാം. അപ്പോൾ ഉള്ളിൽ നമുക്ക് 2 ഗ്രൂപ്പ് ആയിട്ടുള്ളതിനെ പുറത്തെടുക്കുമ്പോൾ 5 × 2 മാത്രമേ പെയറായിട്ടുണ്ടാവും. ഒരു റൂട്ട് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഇല്ലാണ്ട് വരും. 10 √2 ആണ് ആൻസർ കിട്ടുക. The length of one side of a rectangle is 2 units more than the length of the other side. അപ്പോൾ നമ്മൾ ഒരു സൈഡ് എക്സ് എടുത്താൽ മറ്റേത് എന്തായിരിക്കും, x+2 എന്നാണ് ഉണ്ടാവുക. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് a of x x × x+2 ആണ്. അപ്പോൾ x² + 2x കിട്ടും. a of 10 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 10 കൊടുക്കുക. അപ്പോൾ 10² + 2 × 10 എന്ന് പറയുമ്പോൾ 120 ആണ് ആൻസർ വരിക. Find the numbers denoting the point which is at a distance 7 units away from the point labeled 0. 0ൻ്റെ അടുക്കുന്നുള്ള 2 പോയിൻറ്റിൻ്റെ നെയിമാണ് ചോദിക്കുന്നത്. ആ 0ൻ്റെ അടുക്കൽ 7 യൂണിറ്റ് ഡിസ്റ്റൻസിൽ വരുന്നത്. അപ്പോൾ 0ൻ്റെ അടുക്കുന്ന ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും 7 യൂണിറ്റ് ഡിസ്റ്റൻസ് വരും. അത് ഇടത്ത് ഭാഗത്താണെങ്കിൽ -7 വരും, വലത്ത് ഭാഗത്താണെങ്കിൽ +7 വരും. ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ഇക്വേഷൻ മോഡ് x - 5 = 3. x - 5 3 വരുമ്പോൾ എക്സ് ആണെങ്കിൽ ഇവിടെ 3 ഉണ്ട്. ഇത് ഈ -5 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് +5 ആവും. അങ്ങനെ 8 കിട്ടും. x - 5 -3 എടുത്താൽ x = -3. ഈ +5 അങ്ങോട്ടേക്ക് പോകുമ്പം ഈ -5 ഇങ്ങോട്ടേക്ക് പോകുമ്പം +5 ആവും. അങ്ങനെ -3 + 5 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പോൾ എക്സിൻ്റെ ആൻസർ 8ഉം 2 ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി വരേക്കും ബൈ, സി യു.